प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇവയുടെ ആൻസർ കീ അവസാനം നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 1 സൂചന ഖണ്ഡ് പഠേ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഇവിടെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. गर्मी के मौसम में एक भूखे शेर गुफा से निकला. रास्ते में एक खरगोश को देखा और उसने तुरंत खरगोश को पकड़ा. उसने सोचा इससे मेरा पेट नहीं भरेगा. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, അതായത് വേനൽക്കാലത്ത് ഒരു വിശന്ന് വലഞ്ഞ സിംഹം ഗുഹയിൽ നിന്നും പുറപ്പെട്ടു. വഴിയിലൊരു മുയലിനെ കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ മുയലിനെ പിടിക്കുകയും ചെയ്തു. അവൻ വിചാരിച്ചു, ഇതിനെ കൊണ്ട് എൻ്റെ വയറ് നിറയുകയില്ല. ഇതാണ് പാരഗ്രാഫ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. കോൺസ മോസം ഥ, ഏത് കാലമായിരുന്നു? അപ്പോൾ കോൺസ, കോൺസെ, കോൺസി എന്നൊക്കെ പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം കേട്ടോ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ജാഡേ കാ, സർദി കാ, വർഷ കാ, ഗർമി കാ. അതിലേതാ ശരി ഉത്തരം എന്നൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് ഷേർ കോ ക്യാ ലഗ് രഹാ ഥാ, സിംഹത്തിന് എന്താണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്? പ്യാസ് ആണോ, ക്രോധ് ആണോ, ഭൂക്ക് ആണോ, ഖുഷിയാണോ? അടുത്ത ചോദ്യം ഷേർ കഹാൻ സെ നിക്ല, സിംഹം എവിടെ നിന്നാണ് പുറപ്പെട്ടത്? അപ്പോൾ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, കഹാൻ എന്ന് പറഞ്ഞാൽ എവിടെ. ഓക്കെ, രാസ്തേ മേ ഷേർ കിസ്കോ ദേഖ, വഴിയിൽ സിംഹം ആരെയാണ് കണ്ടത്? കിസ്കോ എന്ന് പറഞ്ഞാൽ ആരെ, ഏതിനെ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഭാലുക്കോ, ഖർഗോഷ്കോ, കുത്തേക്കോ, ബില്ലിക്കോ. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇസ്സെ മേരാ പ്യാസ് നഹി മിട്ടേഗ, ഇസ്സെ മേരാ പ്യാസ് മിട്ടേഗ, ഇസ്സെ മേരാ പേട്ട് നഹി ഭരേഗ, ഇസ്സെ മേരാ പേട്ട് ഭരേഗ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത്, ശരിയായ പ്രസ്താവന എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 2 सूचना बया हमारी चिड़िया रानी कविता की पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. ബയ ഹമാരി ചിടിയ റാണി എന്നുള്ള കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിലെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബയ ഹമാരി ചിടിയ റാണി തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, ഊഞ്ചി ഡാലോ പർ ലട്കാത്തി, ഖേത്തോ സെ ഫിർ ദാന ലാത്തി, നദിയോ സെ ഭർ ലാത്തി പാനി. ചോദ്യം എന്താണ്? പക്ഷി കെ ലിയെ കവിത മേ പ്രയുക്ത ശബ്ദ് കോൺസാ ഹെ. പക്ഷി എന്നതിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? തിൻക എന്നാണോ, ചിടിയ ആണോ, ഖേത്താണോ, നദിയാണോ? അടുത്ത ചോദ്യം ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. 2 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാനാണ്. ചിടിയ തിൻകെ സെ മെഹൽ നഹി ബനാത്തി ഹെ, ചിടിയ തിൻകെ സെ മെഹൽ ബനാത്തി ഹെ, ചിടിയ മെഹൽ ബനാക്കർ ഊഞ്ചി ഡാലോ പർ ലട്കാത്തി ഹെ, ചിടിയ മെഹൽ ബനാക്കർ ഊഞ്ചി ഡാലോ പർ നഹി ലട്കാത്തി ഹെ. ഇതാണ് ശരി നോക്കുക. ലട്കാന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക അല്ലേ. മെഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നൊക്കെയാണ് അർത്ഥം. ഈ കവിതയിൽ കൊട്ടാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ പക്ഷിയുടെ കൂടിനെയാണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചിടിയാ റാണി ഖേത്തോ സെ ദാന ഓർ നദിയോ സെ പാനി ലാത്തി ഹെ, യേ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. പക്ഷികളുടെ റാണി വയലുകളിൽ നിന്നും ധാന്യവും പുഴകളിൽ നിന്ന് വെള്ളവും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 3 സൂചന സഹായക ബിന്ദുവോ പർ ധ്യാൻ ദേ. സഹായകമായിട്ടുള്ള ചില പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവ ശ്രദ്ധിക്കുക. അതിനെ ആസ്പദമാക്കിയാണ് അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നാവ് പലട്കർ സബ് പാനി മേ ഗിർ ഗയേ, തോണി മറിഞ്ഞ് എല്ലാവരും വെള്ളത്തിൽ വീണുപോയി. ക്യോം മാ, എന്തുകൊണ്ടാ അമ്മേ, എന്തിനാ അമ്മേ എന്നുള്ള അർത്ഥവും വരും. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെയാണ് അർത്ഥം. ഹാ മാ പത്തേക്ക് നാവ് മേ മേണ്ടക് ലാൽ കാലെ കീടെ കേഞ്ചുവേ ഓർ ചീണ്ടോ കോ ബിഠാക്കർ ഖേലെ. അതേ അമ്മേ, ഇല കൊണ്ടുള്ള തോണിയിൽ തവള, ചുവപ്പും കറുപ്പും നിറമുള്ള കീടം, മണ്ണിര, ഉറുമ്പ് എന്നിവയെ ഇരുത്തി കളിച്ചു. മേ ഓർ ഗുഡ്ഡു ബർസാത്തി നാലേ മേ ഖേൽ രഹേ ഥേ. ഞാനും ഗുഡുവും മഴക്കാലത്തെ തോട്ടിൽ അഥവാ വെള്ളക്കെട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ചോദ്യം? വാർത്താലാപ് കി പൂർത്തീകരണം എന്നാണ് ചോദ്യം. സംഭാഷണം പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഡാഷുള്ള ഭാഗത്ത് അവിടെ പൂരിപ്പിക്കാനാണ്. മാ പറയാണ്, ഗുഡ്ലി ഇത്തിനി ഭീഗി ക്യോ, ഗുഡ്ലി എന്താ നീ ഇത്രയും നനഞ്ഞത്? അപ്പോൾ ഗുഡ്ലി പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ അതിന് മറുപടിയായിട്ട് മാ പറയാണ്, ഇസ് ബാരിഷ് മേ, ഈ മഴയത്തോ, ക്യാ ക്യാ ഖേലേ, എന്തൊക്കെയാണ് കളിച്ചത്, എന്തൊക്കെ കളികളാണ് കളിച്ചത്? അപ്പോൾ എന്തായിരിക്കും ഗുഡ്ലി പറയുന്നത്? അതാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നീട് മാ
അമ്മ പറയാണ് ഫിർ ക്യാ ഹുവ, പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഗുട്ട്ലി എന്ത് മറുപടി പറയുന്നു എഴുതുക. പിന്നെ മാം പറയുന്നു ഏസാ നഹി കർണ ചാഹിയേത, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുട്ട്ലി എന്ത് പറയുന്നു? പിന്നെ മാം പറയാണ് ഹമേ ജീവ് ജന്തുവോ കോ പരേഷാൻ നഹി കർണ ചാഹിയെ, നമ്മൾ ജീവജാലങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ സംഭാഷണം പൂർത്തിയാക്കുക. അപ്പോൾ മുകളിൽ കള്ളിയിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളില്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഗുഡ്ഡു ഓർ ഗുട്ട്ലി പത്തേക്ക് നാവ് ബനായെ, ഗുഡ്ഡുവും ഗുട്ട്ലിയും ഇല കൊണ്ടുള്ള തോണി നിർമ്മിച്ചു. നാവ് കി വിശേഷത ബനാനെ വാലെ ശബ്ദ ലിഖേ, നാവ് അഥവാ തോണിയുടെ വിശേഷത പറയുന്ന വേർഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 4 ഖണ്ഡ് പടേ ഉത്തർ ലിഖേ, ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ ഥാ, ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ് സേ വോ തോഹ്ഫോं को खोल खोल कर देखने में लगी है, ഇന്ന് രാവിലെ മുതൽ അവൾ ഉപഹാരങ്ങൾ തുറന്നു നോക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ഥാ, വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? വിനോദ് അങ്കിളിനെ നിമ്മിക്കു ക്യാ തോഹ്ഫ ദിയ, വിനോദ് അങ്കിൾ നിമ്മിക്ക് എന്ത് സമ്മാനമാണ്, ഉപഹാരമാണ് നൽകിയത്? പുസ്തകമാണോ, ഖിലൗനയാണോ, ബർത്ത്ഡേ കാർഡാണോ, കലമാണോ? അടുത്ത ചോദ്യം സങ്കേതോं के आधार पर निम्मी की डायरी तैयार करें, സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിമ്മിയുടെ ഡയറി തയ്യാറാക്കാനാണ്. അപ്പോൾ നിമ്മി എഴുതുന്ന ഡയറിയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ ഡേറ്റ് കൊടുക്കണം, ആഴ്ചയും കൂടെ കൊടുക്കുക. പിന്നെ ആജ് ഖുഷി കാ ദിൻ ഥാ, അല്ലേ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ സന്തോഷമായിരിക്കുമല്ലോ അവൾക്ക് ഉണ്ടാവുക, അല്ലേ, നല്ലൊരു സമ്മാനമൊക്കെ കിട്ടിയതല്ലേ. പിന്നെ ബാക്കി എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാവുന്നതാണ്. ബർത്ത്ഡേ ബനാന, ബർത്ത്ഡേ ആഘോഷിക്കുക. തോഫ ഖോൽന, ഉപഹാരം തുറക്കുക. വിനോദ് അങ്കിൾക്ക ബർത്ത്ഡേ കാർഡ് ദേന, വിനോദ് അങ്കിളിൻ്റെ ബർത്ത്ഡേ കാർഡ് നൽകൽ. നാനാസെ കവിതാക്ക അർത്ഥ പൂച്ചിന, നാനയോട് കവിതയുടെ അർത്ഥം ചോദിക്കൽ. അച്ഛേ കാം കർണേ വാലോ കോ ഹമേഷ യാദ് രഖ്ന, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ എല്ലായ്പ്പോഴും ഓർക്കുക. അൻമോൽ സന്ദേശ് മിൽന, അമൂല്യമായ സന്ദേശം ലഭിക്കുക. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് രൂപത്തിലേക്ക്, അതായത് ചെയ്ത് കഴിഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പോൾ അത് സെൻറ്റൻസാക്കി എഴുതുമ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. സങ്കേത് പഠേ, സൂചകങ്ങൾ വായിക്കാം. चारा तलाशने के लिए प्राणियों का अपना तौर तरीका है, प्राणी अपने बच्चों की निगरानी खुद कर सकता है, पंख निकलने पर उड़ जाना चिड़ियों की सहज वृत्ति है, खतरे में मदद करें. അതിനാസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ് വേണ്ടത്. സങ്കേതോं की सहायता से जीवों को जीने दो विषय पर टिप्पणी लिखें. അപ്പോൾ ജീവജാലങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ടിപ്പണി എഴുതുക. അപ്പോൾ നല്ലൊരു ഹെഡിങ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സഹി വാക്യ ചുൻകർ ലിഖേ, ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ജീവോं का संरक्षण करना हमारा कर्तव्य है, जीवों का संरक्षण करना हमारा कर्तव्य नहीं है. ഇതിലേതാ ശരി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആറാമത്തെ ആക്ടിവിറ്റി ഗതിവിധി 6 ഖണ്ഡ് പഠേ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നീനു 7वीं कक्षा में पढ़ती है, नीनू का जन्मदिन 16 दिसंबर 2024 को है. അപ്പോൾ ചോദ്യം എന്താണ്? നീനു കോ ബധായി ദേത്തെ ഹുയെ ബർത്ത്ഡേ കാർഡ് തയ്യാർ കരേ. അപ്പോൾ നീനുവിനെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീനുവിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനാണ്. അപ്പോൾ ബർത്ത്ഡേ കാർഡിൻ്റെ മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ബർത്ത്ഡേ കാർഡ് നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? നീനു കാ ജന്മദിൻ കബ് ഹെ, നീനുവിൻ്റെ ജന്മദിനം എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം എന്തിലുണ്ട്? ഈ ഒരു കള്ളിയിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യുക. പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇവിടെ ആൻസർ കീകൾ നൽകുന്നുണ്ട്, ഇവ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
सबको धन्यवाद।